ആര്യ രാജേന്ദ്രനെ കാണാനില്ല എന്നാണ് സഹാക്കന്മാർ പോലും ഇപ്പം അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. കാരണം 5 വർഷം ഇരുന്ന് ആര്യ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചടിച്ച് തുടങ്ങുകയാണ്. ബി രാജേഷ് വന്ന ഉടനെ കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ പരാതിയുമായിട്ട് രംഗത്തെത്തി. ഈ പരാതി അന്വേഷിക്കണം, ആര്യ രാജേന്ദ്രന്റെ 5 വർഷത്തെ അഴിമതികൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത്. ആര്യ രാജേന്ദ്രൻ ഇപ്പൊ പ്രശാന്തിനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും മഴക്കും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, അവിടെ നിന്ന് പതിയെ ഇറങ്ങി കൊടുത്തേക്ക്, BJP-ക്കാരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പണി കൊടുത്തത് BJP-ക്കാരല്ലല്ലോ, CPM-ന് ആര്യ രാജേന്ദ്രനല്ലേ? ആര്യ രാജേന്ദ്രൻ കൊടുത്ത പണിയുടെ ഫലമായി ഇപ്പൊ കിട്ടിയത് അത് കോർപ്പറേഷൻ റിസൾട്ട്. അതിനുശേഷവും CPM-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള സാധനവുമായിട്ടാണ് ഇപ്പം ആര്യ നിൽക്കുന്നത്. അതല്ലെങ്കിൽ ആര്യ ഉണ്ടാക്കി വെച്ചത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് CPM-ന് ദോഷം ചെയ്യുന്നതൊക്കെ രീതിയിലേക്ക് കോൺഗ്രസും ഒരുപക്ഷെ BJP-യും ഉപയോഗിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് അന്വേഷണം വരികയാണ്. കാരണം ആദ്യമേ തന്നെ കയറിയപ്പോൾ അഴിമതിക്കെതിരെ വളരെ കൂടുതലായിട്ട് സമരം ചെയ്താണല്ലോ കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരും. ആദ്യത്തെ മാധ്യമങ്ങളുടെ ചോദ്യത്തിനകത്ത് വികസനവും അഴിമതി, 45 ദിവസിക്കകം മോദി വരുമെന്ന് പറയുന്നു, വികസന രേഖ അവിടെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതിനനുസരിച്ച് ഓരോ വാർഡിൻ്റെയും ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ആ വാർഡിലും ആ വാർഡിൻ്റെ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ അതിൽ അകത്തുള്ള ജനങ്ങളുടെയും കൂടെ വികസനം അതേ രീതിയിലാണ്, ഒരു വലിയ ഹൈടെക് രീതിയിൽ തന്നെ വാർഡുകളെ വികസിപ്പിച്ചെടുക്കാൻ. അതായത് ലോകത്ത് നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ, ലോകത്തെന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ പല നഗരങ്ങളും ഉള്ളതിൻ്റെ അതേ വലിപ്പത്തിൽ ആ മോഡലിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അപ്പം ഇതിനകത്ത് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ഇതിനകത്ത് നടന്ന അഴിമതി അറിയണ്ടേ, അല്ലെങ്കിൽ ഇതുവരെ എന്താണ് നടന്നതെന്ന് അറിയണ്ടേ. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ അഴിമതി ആരോപണം ഉയർത്തി കാണിച്ചാൽ തന്നെ BJP-ക്ക് തിരുവനന്തപുരത്തെങ്കിലും ഗുണം ചെയ്യും, മനസ്സിലായില്ലേ? ബാക്കി കേരളം മൊത്തവും പ്രചരണം നടത്തുമ്പോൾ BJP-ക്ക് അതിൻ്റെ ഗുണം ചെയ്യുന്നതിൻ്റെ കൂടെ ഒരുപക്ഷെ CPM-ന് ദോഷം ചെയ്യുമായിരിക്കും. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പരസ്പര സഹായ സംഘമാണല്ലോ, കാരണം കോർപ്പറേഷൻ CPM-ൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് CPM-ൻ്റെ. അപ്പോൾ ഇവിടുന്ന് ഒരു 200 കോടി രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാമെന്നുള്ള ധാരണയിൽ, അല്ലെങ്കിൽ അപ്പോഴത്തേന് ഭരണമങ്ങ് പോയി. അവർ വിചാരിച്ച് ഭരണം ഇരിക്കും, എത്ര വന്നാലും വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കിയില്ലേ. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാജ് പറഞ്ഞ് 200 കോടി രൂപ പോയിട്ട് 20 രൂപ പോലും തരാൻ പറ്റത്തില്ല. കോർപ്പറേഷൻ്റെ കാശ് കോർപ്പറേഷൻ ഹോൾഡ് ചെയ്യും. നിയമപരമല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് കോർപ്പറേഷൻ്റെ വികസനം വേണം, അതിന് കോർപ്പറേഷന് കാശുണ്ടാവണം. കോർപ്പറേഷന് കാശുണ്ടാവണമെങ്കിൽ നികുതി പിരിവ് കൃത്യമാക്കണം. നികുതി പിരിവ് ഇപ്പം ഈ പറയുന്ന ശ്രീലേഖയുടെ വിഷയം വന്നപ്പോൾ തന്നെ നികുതി പിരിവിലെ വളരെ കൂടുതൽ കാര്യങ്ങൾക്കകത്ത് നികുതി പലർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിലർ കഴിഞ്ഞ് ഫിനാൻഷ്യൽ കമ്മിറ്റിക്കകത്തൊക്കെ ഉണ്ടാണ്, ഇവിടുത്തെ അവരുടെ പ്രതിപക്ഷമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കമ്മിറ്റി ഒക്കെ വരുമ്പം കോൺഗ്രസിനകത്തുനിന്നും BJP-ക്കകത്തുനിന്നും ഒക്കെ വരും. കാരണം അങ്ങനെയാണ്. അപ്പം അതിനകത്ത് ഞങ്ങൾക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെന്ന്. ഇപ്പം കെട്ടിടത്തിന്റെ വിഷയം വന്നല്ലോ, MLA-ക്ക് 700 രൂപയ്ക്ക് കെട്ടിടം കൊടുത്തിരിക്കുന്നത് കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഈ കോർപ്പറേഷന്റെ കെട്ടിടം MLA-ക്ക് 700 രൂപയ്ക്ക് കൊടുത്തിരിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ കെട്ടിടത്തിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ 100 കണക്കിന് കെട്ടിടമുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ വളരെ കുറഞ്ഞ വരുമാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ പിടിക്കേണ്ടി വരും. എന്തിനു കൊടുത്തു? അപ്പോൾ അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം ഈ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ 5 കൊല്ലം നടത്തിയ അഴിമതി, 40-40 കൊല്ലം കൊണ്ട് BJP അവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ നികുതി വെട്ടിപ്പും പല കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ നടത്തിയിട്ടുള്ളത് ഗോപ്യമായിട്ട് നടത്താൻ പറ്റുന്ന ഒരവസ്ഥയുള്ളപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കുഞ്ഞു മേയർ വന്നപ്പോൾ ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇവർക്ക് അത്രയ്ക്ക് ഒതുക്കത്തിൽ നടത്താൻ അറിയത്തില്ല. ഇവർ വന്നത് തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ട് തീരുമാനിച്ചിരുന്ന വനിത തോറ്റുപോയി. അതിനുശേഷം അവിടെ ഗ്രൂപ്പുണ്ട് CPM-നകത്ത്, എന്ന് വെച്ചാൽ നമ്മൾ വെളി കാണുന്നതല്ല. കടകംപള്ളിയുടെ ഒരു ഗ്രൂപ്പുണ്ട് ജില്ലാ കമ്മിറ്റിക്കകത്ത്, അതുപോലെ തന്നെ ശിവൻകുട്ടിയുടെ ഗ്രൂപ്പുണ്ട്. കാരണം അത് സ്വാഭാവികമാണ്. ഇതിനകത്ത് ശിവൻകുട്ടിയുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ ആര്യ. അല്ലാതെ CPM വലിയ പ്രബുദ്ധമായിട്ടൊരു കുഞ്ഞു കൊച്ചിനെ കണ്ടുപിടിച്ച്, ഇല്ലാത്തടത്ത കൊച്ചിനെ കണ്ടുപിടിച്ച്, വാടക വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിച്ചൊന്നും കൊണ്ടുവന്നല്ല. ഇതിനെ അവിടെ ഇരുത്തി അതില്ല നമ്മൾ കാണിക്കത്തില്ല. ഇതിനെ അവിടെ ഈ കസേരയിൽ ഇരുത്തി ഇന്നടത്തൊക്കെ ഒപ്പിടിച്ചു, അവർ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയി. അപ്പം അഴിമതി നടത്തുന്നതിനകത്ത് ആര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. ഇപ്പൊ 100 രൂപയുടെ അഴിമതി നടത്തുമ്പോൾ ആര്യയ്ക്കാണ് 10 രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കും, പറഞ്ഞ കൊടുത്ത് കാണും. ബാക്കിയൊക്കെ കൊണ്ടുപോയി. എന്നാലും കുഴപ്പമില്ല മിച്ചവാ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കാണുന്ന പറഞ്ഞാൽ ആര്യയെ കണ്ടില്ലേ. ഇപ്പം ശ്രീലേഖയുടെ വിഷയം വന്നപ്പോൾ പ്രശാന്തിനെ നല്ലൊരു ആള്, മേയർ എന്നുള്ള ആള്
പ്രശാന്തിന് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡാമേജ് ചെയ്യാൻ നോക്കിയതിന്റെ പിറകിൽ പ്രശാന്തിന് നാളെ കാലത്ത് ശ്രീലേഖ അവിടെ മത്സരിച്ചാൽ ഡാമേജ് വരും, അല്ലെങ്കിൽ MLA സ്ഥാനം നഷ്ടപ്പെടുമെന്ന് കാണുന്നത് പോലെ തന്നെ നേരത്തെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്തുപോയി, CPM-നകത്ത് ചർച്ചയാവുന്നുണ്ട് ഈ ആര്യ രാജേന്ദ്രന്റെ കാര്യം. ഇവർ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെ ഇനിയും കൈകാര്യം ചെയ്യേണ്ട, അടുത്ത പ്രാവശ്യം നിയമസഭ മത്സരിപ്പിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കേണ്ടി വരും, അവർ മത്സരിച്ചാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് വരും, അല്ലെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ പുറത്ത് സംരക്ഷിക്കുന്ന നിലപാട് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. CPM-ന്റെ ശൈലി എങ്ങനെയാണ്, CPM-നോട് കേടന് കുഴപ്പം വന്നാൽ പുറത്ത്, അല്ലെങ്കിൽ അയാൾ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിച്ചേ പോകത്തുള്ളൂ. പക്ഷേ പ്രശാന്ത് ഇവരെ തള്ളി പറഞ്ഞത് നിങ്ങളാരും ശ്രദ്ധിച്ചോ? പ്രശാന്ത് മുൻ മേയറും ഇപ്പോഴത്തെ MLA വട്ടിയൂർക്കാർ MLA ആയിട്ട് പ്രശാന്ത് പറഞ്ഞ ആര്യയുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം ശരിയില്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്തോ? അപ്പൊ അതിന്റെ കാര്യം എന്തോ? അത് പറയണമെങ്കിൽ ആ മേയർ ഊട്ടിയുടെ വിഷയം ഏറ്റെടുക്കാൻ മുൻ മേയറെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു CPM എന്ന് വേണം കരുതാൻ. കാരണം ഇയാൾക്ക് അവിടെ നല്ല ഇമേജ് ഉണ്ടായിരുന്നു. എന്ത് പറയുമ്പോഴും പ്രശാന്തിന്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു മേയറായിട്ടിരിക്കുമ്പോൾ, ജനകീയ ഇമേജ്. അപ്പൊ ജനകീയ മേയർ എന്നുള്ള രീതിയിൽ അവിടെയുള്ള പ്രശ്നം അങ്ങനെ ആയിപ്പോയി, തെറ്റുപറ്റിപ്പോയി. അത് പ്രശാന്ത് വന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനി അങ്ങനെ ഉണ്ടാവത്തില്ലെന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ശ്രമമാണ്. അതിന്റെ കൂടെ തന്നെയാണ് ശ്രീലേഖയുടെ വിഷയം. ഇതുപോലെ നല്ല ജനകീയനായിട്ടുള്ള ഒരു മേയർ, അദ്ദേഹം ഒരു MLA ഓഫീസ് ഒഴിയണമെന്ന് BJP വന്നപ്പോൾ കണ്ടു. BJPക്ക് ഇത് ധാർഷ്ട്യമാണല്ലോ, ഇവിടെ മര്യാദക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു ഇമേജും കൂടി ഉണ്ടാക്കി മൊത്തത്തിൽ ഈ വന്ന ഡാമേജ്, ആര്യയുടെ ഡാമേജും അല്ലെങ്കിൽ BJP വന്നതിനകത്തെ കുഴപ്പം കൂടെ ഒന്നിച്ച് കാണിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പൊ ആര്യയുടെ അഴിമതി മൊത്തം കൂടെ ഏറ്റെടുക്കാൻ പോകാന്നാണ് ഇപ്പൊ രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അഴിമതി ഏറ്റെടുക്കാൻ, വികസനത്തിനൊപ്പുറം അഴിമതി ആരോപണം പരിശോധിക്കുമ്പോൾ നമുക്കറിയില്ല 40 കൊല്ലം, 15 കൊല്ലം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഭരണം അവരുടെ തന്നെ അത് ഒതുക്കി പിടിച്ചു 40ാമത്തെ കൊല്ലം വന്നപ്പോൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇത് പുറകോട്ട് അന്വേഷിക്കുമ്പോൾ നമ്മളിൽ ശബരിമല കൊള്ള പോലെ വല്ലതും വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? എന്തൊക്കെ ആയിത്തരും, എവിടെയൊക്കെ ആയിത്തരും. ഇനി കോടികൾ ഇപ്പം തന്നെ ശരിയാണെന്ന് പറയുന്നത് 400 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പാടൊന്നുമല്ല കേട്ടോ. കാരണം തിരുവനന്തപുരം അറിയാലോ, കൊച്ചി കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ, ഇന്ത്യക്ക് വരുമാനം എത്ര വലുതാണെന്നറിയോ? നമ്മൾ MLA അല്ലെ മന്ത്രിമാരുടെ ഒക്കെ പറയുമ്പോൾ അഴിമതിയുണ്ടോ കോർപ്പറേഷൻ മേയുടെ പുറകെ നിന്നാൽ മതി. കൊച്ചി കോർപ്പറേഷൻ്റെ ഒക്കെ മേയർ നേരത്തെ ഇരുന്നവരുടെ വീടൊക്കെ പോയി കണ്ടാൽ മതി. 10,000, 7,000, 3,500, 4,000 സ്ക്വയർ ഫീറ്റ് ഒരു വന്നപ്പോൾ നമ്മുടെ ഈ 4 കമ്പയിലെ ഈ 50 പൈസ കയറ് കൊണ്ടുള്ള വീടുമൊക്കെ ആയിരുന്നു. കോർപ്പറേഷൻ മേയർ കസേര ഇരുന്ന സമയത്താ ഈ 50 പൈസ കവറിലവിടെ പറക്കി വെച്ചുള്ള വീടൊക്കെ കണ്ടിട്ടില്ല. ഈ അതുപോലത്തെ വീടൊക്കെ ആയിട്ട് വന്നുവരാ. പിന്നെ 4,000 സ്ക്വയർ ഫീറ്റ്, 5,000 സ്ക്വയർ ഫീറ്റ് വീടും. എനിക്കറിയാം, ഞാൻ പാർട്ടി ഇതെന്ന് പറയില്ല, നാട് സ്ഥലവും പറയില്ല, കാരണം എനിക്ക് ആളുകൾക്ക് വേണ്ടത് മനസ്സിലാവും. പാവപ്പെട്ട ഒരു വീട്ടിലായിരുന്നു, കൗൺസിലറായി വന്നതാ. ജീവിക്കാൻ വലിയ ഒന്നുമില്ലാതെ. എൻ്റെ അമ്മ ഇപ്പൊ അയാളുടെ വീട് പോയി കണ്ട കൊട്ടാരം. നമ്മള് ഇയാൾക്ക് ഇതെങ്ങനെ, ഈ കൗൺസിലർമാരെന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമൊക്കെ അല്ലേ ഇവർക്കുള്ളൂ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ ഇത്രയും, ഇയാളാണെങ്കിൽ ഒടുക്കത്തെ ജനകീയനുവാ, എങ്ങനെ നിന്നാലും ജയിക്കും. അതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാ. മക്കളൊക്കെ MBBS-നൊക്കെ പഠിക്കുന്നു, അതും പൈസ കൊടുത്ത് സീറ്റ് വാങ്ങി പഠിക്കുന്നു. അങ്ങ് എഞ്ചിനീയറിങ്ങിന് അതൊക്കെ മെറിറ്റിലല്ല, പൈസ കൊടുത്ത് സീറ്റ് വാങ്ങി നമ്മളൊക്കെ ചെന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോളേജുകളിലൊക്കെ പഠിക്കുന്നു. അപ്പൊ എങ്ങനെ ഇവർക്ക് വരുമാനം നയിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് അവ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട്, പക്ഷെ നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്നുണ്ടല്ലോ. ജനത്തിന്റെ കാര്യം ഇത്രയുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നമ്മുടെ കാര്യം പറയുമ്പോൾ ഓടി വരുന്നുണ്ട്. ഇപ്പം ഇതേ രീതിയിലാണ് ഈ കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് ഏതാണ്ട് 400 കോടിയൊന്നും ഞാൻ പറയുന്നില്ല, കോടികളുടെ അഴിമതി അവിടെ നടത്തുന്നത്. എനിക്ക് കണക്ക് പറയാൻ അറിയത്തില്ല, കാരണം എനിക്ക് വ്യക്തത വരുത്താതെ നമ്മൾ ഔദ്യോഗികമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കോടികളുടെ അഴിമതിയുണ്ട്. അതിൻ്റെ പുറകിൽ ED ഉണ്ടാകും. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കാരണം ഈ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം രാജേഷ് പറഞ്ഞ പോലെ എനിക്കിത് 50-ൽ നിന്ന് 75-ലേക്ക് കൊണ്ടുവരണം, എനിക്ക് ഇവിടെ നടന്ന അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരണം, എനിക്ക് തിരുവനന്തപുരം ലോകത്തിലെ നമ്പർ 1 അല്ലെങ്കിൽ ഇന്ത്യയിലെങ്കിലും നമ്പർ 1 നഗരങ്ങളുടെ കൂടെ വെക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പ്രാപ്തമാക്കത്തക്ക രീതിയിൽ വികസിപ്പിക്കണം. ആ രീതിയിലേക്ക് വരുമ്പോൾ ഇപ്പം അവർക്ക് അവിടെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു 4-5 സീറ്റ് ജയിക്കാൻ, MLA സീറ്റ് ഈസിയായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ MP
ഈ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർക്കകത്ത് പ്രശ്നമില്ലാതെ പോയാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിനുവേണ്ടി 45 ദിവസത്തിനകം ഒരുപക്ഷെ ഉറപ്പ് കൊടുക്കാൻ, ഉറപ്പ് ആൾക്കാർ ഈ ഉറപ്പ് ശരിക്കുമുള്ള ഉറപ്പാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണല്ലോ നമുക്കുള്ളത്. ഈ തൃശ്ശൂർ വന്നിട്ട് സുരേഷ് ഗോപി മത്സരിച്ചപ്പം ദാണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചോ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ സുരേഷ് ഗോപി അവിടെ ജയിച്ചു, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കഴിവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഉറപ്പും ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ ജയിപ്പിച്ച് അവിടെ വിട്ടപ്പോൾ അയാളെ കേന്ദ്രമന്ത്രിയാക്കി തിരിച്ചു വിട്ട് ജനസേവനത്തിന് വേണ്ടി വിട്ടിട്ടുണ്ട്. അയാളെ കൊണ്ടൊക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾ അതിനകത്ത് ഒരു കുഴപ്പവും കാണിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വികസനം നടത്തും. പിന്നെ പിന്നീട് ഗോഷ്ഠി അതൊക്കെ നേരത്തെ ഉള്ളതാണ്, ഇപ്പൊ മാറ്റാൻ പറ്റത്തില്ലല്ലോ. സിനിമ ചോടല വരെ സിനിമാ ഗോഷ്ഠി ആയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഞാൻ നടക്കുന്ന പോലെ നടക്കാനൊക്കെ. അപ്പൊ അതിനടുത്ത് പറ്റത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ഒരു ഷോക്കേസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു മാതൃകയായിട്ട് BJP ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തുടക്കം തന്നെ ഗംഭീരമാക്കും. തുടക്കം ഗംഭീരമാക്കുന്നതിന്റെ കൂട്ടത്തിൽ ജനം ഒരിക്കലും ഇപ്പം എത്ര തന്നെ പറഞ്ഞെങ്കിൽ എങ്ങനെയും വായ്പെടുന്ന പറയാം, അഴിമതിക്കാരെ ജനത്തിന് ഇഷ്ടമല്ല. പിന്നെ ആയിക്കോട്ടെ ഇതിനകത്തുള്ളതാന്നുള്ള രീതിയിലേക്ക് ഒരു മാനസികാവസ്ഥ ജനം വന്നിട്ടുണ്ട്. അപ്പൊ അഴിമതിക്കാരെ ഇഷ്ടമല്ല. അപ്പൊ അഴിമതി നടത്തിയിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ആര്യ രാജേന്ദ്രനെ ഒന്ന് പൊളിച്ചു കാണിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് അകത്തിട്ടാൽ, അല്ലെങ്കിൽ അഴിമതി ഒന്ന് വെളിയിൽ കൊണ്ടുവന്നാൽ അത് CPM-നകത്ത് പോലും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ ആഗ്രഹം അല്ലെങ്കിൽ പ്രശാന്തിനടക്കമുണ്ട്. അപ്പൊ ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഒരുപക്ഷെ BJP-യുടെ വളർച്ചയ്ക്ക് BJP ശ്രമിക്കും. ആര്യക്കുഞ്ഞ് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലുണ്ടെങ്കിലും അവിടുന്ന് ഭർത്താവിന്റെ കൂടെ കോഴിക്കോട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ്. നേമത്ത് മത്സരിക്കാൻ സീറ്റ് കിട്ടിയാലേ പാർട്ടി പലവട്ടം ആലോചിക്കുന്നതല്ലായിരിക്കും. നേമത്ത് ഇവരെ മത്സരിപ്പിച്ചാൽ അതിനകത്ത് ശ്രീലേഖ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കൂടുതൽ പണിയൊന്നും ചെയ്യണ്ട. അവിടെ ശിവൻകുട്ടിയല്ല സാക്ഷാൽ ഇന്ദ്രൻകുട്ടി വന്നാൽ അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അല്ല, ശിവൻകുട്ടി മത്സരിച്ചാൽ ശ്രീലേഖ മത്സരിക്കുന്നത് മത്സരമായിരിക്കും. ശിവൻകുട്ടി പറയും ശിവൻകുട്ടിയുടെ ആൾ ആര്യ ഗ്രൂപ്പിന്റെ ആൾ ആര്യ മത്സരിപ്പിച്ചോളാൻ പറഞ്ഞാൽ ശിവൻകുട്ടി പറഞ്ഞത് കേട്ടോണ്ട് അവിടെ മത്സരിപ്പിച്ചാൽ ഇപ്പുറത്തെ ശ്രീലേഖ ഇട്ട് കൊടുക്കാൻ ഓക്കെ ആവും. മനസ്സിലായില്ലേ? ഇപ്പൊ മേ റൂട്ട് ഇപ്പം അതിന് മുമ്പ് ഭയങ്കര ചിലപ്പം കാര്യങ്ങളും കാണിച്ചു തരാം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എവിടാന്ന് അറിയത്തില്ല, ഒളിവിലാന്ന് പറയുന്നു, നാട് വിട്ടെന്ന് പറയുന്നു. ഏതായാലും മേ റൂട്ടിക്ക് മുട്ടൻ പണിയുണ്ട്. CPM ഒരു ഈ വരെ മേ റൂട്ടിയെ കൈവിട്ടതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം വിട്ടങ്ങ് കോഴിക്കോട്ട് പോയോ എന്നുള്ള ഇതിലുള്ള വർത്തമാനവും വരുന്നുണ്ട്.